നെക്സ്റ്റ് കൺസെപ്റ്റ് ഇസ് സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഇൻ എ പ്ലെയിൻ. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു എൻ മാസസ് ഉണ്ടെങ്കിൽ അവരുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി പറയാൻ പോകുന്ന ഒരു പ്ലെയിനിൽ ഒരു പെർട്ടിക്കുലർ എൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, നോക്കൂ, പ്ലെയിൻസ് പറയുമ്പോൾ നമ്മൾ R2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മൊമെന്റ് അബൌട്ട്, ഇപ്പൊ നമ്മൾ ആ ഒരു ലൈൻ പറയുകയാണെങ്കിൽ മൊമെന്റ് അബൌട്ട് ഒറിജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എപ്പോഴും തൊട്ട് മുന്നേ മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുക ഇത്തരത്തിലൊരു പ്ലെയിനിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ. ഇപ്പൊ നോക്കൂ, എസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ സിസ്റ്റം ഉണ്ട്. എൻ പാർട്ടിക്കിൾസ് M1 M2 Mn മാസുള്ള എൻ പാർട്ടിക്കിൾസ് എവിടെ ഉണ്ട്? എസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിനകത്തുണ്ട്. അവരെവിടെയുള്ളത്? ഓരോ ഏതൊക്കെ പോയിന്റില? x1 y1 ഒരു പ്ലെയിനില R2 എന്ന് പറഞ്ഞ ഈ പ്ലെയിനിൽ x1 y1 എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് M1 എന്ന് പറഞ്ഞ മാസുള്ള പാർട്ടിക്കിൾ, x2 y2 എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് M2 മാസുള്ള പാർട്ടിക്കിൾ. അങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കുറെ പാർട്ടിക്കിൾസ് കിടക്കണം. അവർ n മാസുള്ള n ഒബ്ജക്ട്സ് അല്ലെങ്കിൽ n പാർട്ടിക്കിൾസ് n കിടക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ മാസ് സ്മോൾ എം, എല്ലാവരുടെയും മാസ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന വാല്യൂ സ്മോൾ എം ആണെങ്കിൽ മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിസും ഉണ്ടായിരിക്കും, വൈ ആക്സും ഉണ്ടായിരിക്കും. അതേപോലെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിന്റെ ഫോർമുല എം എക്സ്. അവിടെ എന്തായിരുന്നു? എം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എം എക്സ് ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ എം കെ വൈ കെ. നോക്കിയേ, എം കെ വൈ കെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആവുമ്പോൾ എം എക്സ് ഈക്വൽ ടു സിഗ്മ എം കെ വൈ കെ. ഇക്വേഷൻ മാറിപ്പോരുത്, ഇവിടെ വൈ കെ അതാണ് വരുന്നത്. അതേപോലെ വിത്ത് എബൌട്ട് വൈ ആക്സ് എടുക്കുമ്പോൾ എം വൈ എന്ന് ഡിനോട്ട് ചെയ്യും, പക്ഷെ ഇവിടെ വരുന്നത് എക്സ് കെകളാണ്. ഇത് പരസ്പരം മാറിപ്പോരുത്. അതേപോലെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇതേപോലെ എം വൈ ബൈ എം ചെയ്യുമ്പോൾ എക്സ് ബാർ കിട്ടും. ശ്രദ്ധിക്കൂ, നോക്കൂ, മൊമെന്റ് അബൌട്ട് വൈ ആക്സ് എക്സ് ബാർ കാണാൻ എം വൈ ബൈ എം, വൈ ബാർ കാണാൻ എം എക്സ് ബൈ എം. കണ്ടോ, ഈ ഫോർമുലാസ് ഒന്ന് മാറി പോകുന്നുണ്ട്. എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സ് ചെയ്യുമ്പോൾ എടുക്കുന്നത് എക്സ് കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സ് ചെയ്യുമ്പോൾ എടുക്കുന്നത് വൈ കെ. അങ്ങനെ അതേപോലെ എക്സ് ബാർ ചെയ്യുമ്പോൾ എം വൈ ചൂസ് ചെയ്യുന്നു, വൈ ബാർ എടുക്കുമ്പോൾ എം എക്സ് ചൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത്തരത്തില് ആ ഒരു വേരിയബിളിന്റെ കേസ് ഈ ഒരു ഇക്വേഷൻസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് പ്രോബ്ലം, find the center of mass of a system comprising 3 particles with 3 masses 2, 3, 5. 2, 3, 5 മാസുള്ള 3 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അവർ ഏതൊക്കെ പോയിന്റില? -2, 2, 4, 6, 2, 3, 2, -3 ഇങ്ങനെ 3 പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ 3 മാസുള്ള 3 പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ മൊമെന്റ്സ് വേണം. മൊമെന്റ്സിന്റെ ടോട്ടൽ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെന്റർ ഓഫ് മാസ് കിട്ടുന്നത്. അപ്പോൾ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്, മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്, ഓക്കെ, അതൊക്കെ വേണം. അപ്പൊ നമ്മൾ എന്താണ് പിടിക്കണം? ആ പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്യുക. ഏതാ പോയിന്റ്? -2 അല്ലെ? -2 അല്ലെ, -2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാ. ഈ ഒരു പോയിന്റിലാണ് ഇത് എക്സ് വൈ സെഡ് അല്ലെ. അപ്പൊ ഓരോ പോയിന്റും നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ 3D പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കും. കാരണം 3 കോർഡിനേറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ 2D പ്ലെയിൻ വരയ്ക്കുന്ന സമയത്ത് 2D പ്ലെയിനിൽ 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ 3 പോയിന്റ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ കുറച്ച് ചെരിഞ്ഞൊക്കെ വരച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി വരച്ചാലും മതി. ഓക്കെ, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ആ ഒരു എം വൈ കാൽക്കുലേറ്റ്. എം വൈയുടെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ എം കെ എക്സ് കെ. ഓക്കെ, എക്സ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ -2, 4, 2. അപ്പോൾ ഓരോ എം ഏതാ? 2 ഇൻറ്റു -2, 3 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2. ഓക്കെ അല്ലേ? ആ വാല്യൂ ആണ് എം വൈ. എക്സ് വാല്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് എം വൈ. ഇനി എം എക്സ് ആണെങ്കിലോ സിഗ്മ എം കെ വൈ കെ. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു -3, 7. ഇത് 18, ഇത് 7. അപ്പോൾ ഇവിടെ സമയത്ത് ടോട്ടൽ മാസ് 2 + 3 + 5 ടോട്ടൽ മാസ് 10. അപ്പോൾ എം വൈ ഡിവൈഡഡ് ബൈ എം ചെയ്താൽ എക്സ് ബാർ കിട്ടും. എം എക്സ് ഡിവൈഡ് ബൈ എം ചെയ്താൽ വൈ ബാർ കിട്ടും. കിട്ടിയ ഫോർമുല അവർ തമ്മിൽ എക്സ് ബാർ വൈ ബാർ എന്നുള്ള കോർഡിനേറ്റ് ഇടുന്നതിനെയാണ് അതിന്റെ സെന്റർ ഓഫ് മാസ്. ഈ സെന്റർ ഓഫ് മാസ് ഈ പോയിന്റുകളല്ല, എക്സ് ബാർ വൈ ബാർ കോർഡിനേറ്റ്. അവിടെ എന്തായിരുന്നു? എക്സ് ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് ആയിരുന്നു സെന്റർ ഓഫ് മാസ്. ഇവിടെ എങ്ങനെയാ? ഒരു കോർഡിനേറ്റ് ആയിരിക്കും സെന്റർ ഓഫ് മാസ്. ഓക്കെ അല്ലെ? ഇനി ഒരു ലാമിന എടുക്കാന്ന് വിചാരിക്കാം. ലാമിന എന്ന് വെച്ചാൽ എന്താ? ഒരു തിൻ ഷീറ്റ്, ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഒരു തിൻ ആയിട്ടുള്ള ഒരു ഷീറ്റാണ് ലാമിന. ഓക്കെ, ഇത്തരത്തിലൊരു ലാമിനയുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നോക്കുന്നത്. ഓക്കെ, ചെയ്തു വരുമ്പോൾ ഫോർമുല ഇത്രയേ ഉള്ളൂ. ഇവിടെ അതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. റോ ആണ് അതിന്റെ മാസ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. റോ ഇസ് ദ മാസ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി ലാമിന. ഓക്കെ, റോ മാസ് ഡെൻസിറ്റി ഓഫ് ദ ലാമിന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു ലാമിനേനെ പാർട്ടീഷൻ ചെയ്യുന്നു.
പാർട്ടീഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഈ ഇന്റർവെലിനെ പാർട്ടീഷൻ ചെയ്യുന്നു. ക്ലോസ് ഇന്റർവൽ എ ബിനെ സബ് ഇന്റർവൽസ് ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ x0 x1 എക്സെട്ര xk-1 xk എക്സെട്ര ബി ഇതുവരെ വരും. ഓക്കെ അല്ലേ? ഈ R1 R2 എക്സെട്ര അത് ഈ സബ് റീജിയൻസ്, ഇങ്ങനെ റീജിയൻസ് ഒക്കെ വരുമ്പോൾ കുറെ ഇങ്ങനെ കുറെ നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് കിട്ടുമല്ലോ, അങ്ങനെയുള്ള റീജിയൻസ് ആണ് ലാമിനയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ഇന്റർവെലിന്റെ ലെങ്ത് എന്താ b-a/n, അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ. അതേപോലെ അവിടെ ഒരു ഇവാലുവേഷൻ പോയിന്റ് xk ചൂസ് ചെയ്യുന്നു, f of xk അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ. CK അതിന്റെ മിഡ് പോയിന്റ്. ഏതിന്റെ മിഡ് പോയിന്റാ? നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കില്ലേ, നോക്കിയേ, ഈ ഒരു ലാമിനയുടെ ഈ ഒരു സെക്ഷൻ എടുക്കും, ഈ ഒരു സബ് റീജിയൻ എടുക്കുമ്പോൾ അതിന്റെ സെന്ററിലൂടെ വരയ്ക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആയിട്ട് CK ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അതാണ് CK. എന്നിട്ട് CK is the mid point of the kth sub interval. ഇത് ഇവിടെയാണ് CK വരിക. ഈ പോയിന്റ് ഇതാണ്, ഈ മിഡ് പോയിന്റ് ആണ്. xk-1 xkയുടെ നമ്മൾ എടുക്കുന്ന മിഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇവാലുവേഷൻ പോയിന്റ്. നമ്മൾ എടുക്കാറില്ലേ, ചിലപ്പോൾ റൈറ്റ് കോർണർ എടുക്കാം, അങ്ങനെ നമ്മൾ ബോക്സ് ആയിട്ട് വരയ്ക്കുമ്പോഴൊക്കെ ഇവിടെ എടുക്കുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ് CK. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും? CK ഹാഫ് f of CK, ആ പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? CK ആയിട്ട് ഇങ്ങനെ എടുക്കുക, xk plus xk- അതിന്റെ ഹാഫ്. ദെൻ റോ എന്ന് പറയുന്നത് അതിന്റെ മാസ് ഡെൻസിറ്റി ആണെങ്കിൽ റോ f of CK del x ആയിരിക്കും. ഡെൻസിറ്റി എന്ന് പറയുന്നത് mass density rho into f of CK into del x, which is the corresponding mass കണ്ടുപിടിക്കാനുള്ള ഫോർമുല density into area. ഓക്കെ അല്ലേ? ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ഇത് ഇൻറ്റു CK, രണ്ട് സൈഡും CK മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് എടുത്തത് മാസ് ഇൻറ്റു മൊമെന്റാം എന്താണ്? f of CK into del x, which means my. ഇതിൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആക്ച്വലി മൊമെന്റ് അബൌട്ട് y ആക്സിസ്. my is given by, ഇതിന് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല ആസ് n tends to infinity, അല്ലെങ്കിൽ റോ ഇൻറ്റു ഇന്റഗ്രൽ a to b x f of x dx. നമുക്ക് ഈ ഫോർമുല മതി, ഈ ഫോർമുല വേണമെന്നില്ല. ക്യാപിറ്റൽ my ഈക്വൽ ടു റോ ഇന്റഗ്രൽ a to b x f of x dx is the formula for finding the moment about the y axis. അതേപോലെ about x axis ആകുമ്പോൾ റോ ഇൻറ്റു a to b 1/2 ഇൻറ്റു, നോക്കിയ ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, ശ്രദ്ധിക്കൂ. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. x ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ് ചെയ്യുമ്പോൾ mx എങ്ങനെ മാറുന്നു നോക്കൂ. ആ ഫംഗ്ഷൻ ഹാഫ് f of CK ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ എന്തായിരുന്നു? x f of x സ്ക്വയർ ആയിരുന്നു, f of x dx ആയിരുന്നു. ഇവിടെ എന്താ? 1 റോ ഇൻറ്റു ഇന്റഗ്രൽ a to b ഹാഫ് f of x ഹോൾ സ്ക്വയർ dx. അപ്പൊ മാസ്, ടോട്ടൽ മാസ് ഓഫ് ദ ഫംഗ്ഷൻ എന്താ? മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റോ ഇൻറ്റു ഇന്റഗ്രൽ a to b f of x dx. These are 3 equations. ഓക്കെ, അതായത് ആക്ച്വലി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമുലസ് ഒക്കെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. എൽ എന്ന് പറഞ്ഞൊരു ലാമിന ഉണ്ട്, അതിന്റെ മാസ് ഡെൻസിറ്റി റോ ആണ്. എല്ലിനുള്ള എൽ ഓഫ് ദ ഷേപ്പ് ആർ എന്ന് പറഞ്ഞ റീജിയൻസ്, ഷേപ്പ് ഓഫ് ദ ആർ എന്ന് പറഞ്ഞ റീജിയന്റെ ഷേപ്പ് ആയിരിക്കും അതെങ്കിൽ നോൺ നെഗറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ആ ഒരു റീജിയനിൽ വരുന്ന ഒരു നോൺ നെഗറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ലാമിനയുടെ മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇപ്പൊ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ m ഈക്വൽ ടു റോ ഇന്റഗ്രൽ a to b f of x dx, അല്ലെങ്കിൽ റോ a എന്ന് വിളിക്കാം. Okay, where A is the area of the region. Mass moment of about the x and y axis given by. നോക്കൂ, ഇക്വേഷൻ രണ്ടും ഒരുപോലെ അല്ല. നമ്മൾ അവിടെ പഠിച്ചിരുന്നത് ഇക്വേഷനിൽ വേരിയബിൾസ് മാറ്റിയിട്ട് എത്ര നേരം പഠിച്ചു, പക്ഷെ ഇവിടെ ലാമിനയുടെ കേസ് വരുമ്പോൾ ഇക്വേഷനിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 1/2 f of x ഹോൾ സ്ക്വയർ, ഇവിടെ x f of x, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സെന്റർ ഓഫ് മാസ് എന്താ? സെന്റർ ഓഫ് മാസ് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ച മൊമെന്റിന് ടോട്ടൽ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് മൊമെന്റ് അബൌട്ട് എക്സ് ആക്സും y ബാറും x ബാറും കാണാം, ആ കോർഡിനേറ്റ് ആയിരിക്കും സെന്റർ ഓഫ് മാസ്. ഓക്കെ, ലെറ്റ്സ് ഡു എ പ്രോബ്ലം. അതായത് ഇവിടെ ലാമിന എൽ ഉണ്ട്, യൂണിഫോം ഡെൻസിറ്റി ഇത്ര റോ ഷേപ്പ് ഓഫ് ദ റീജിയൻ ഇസ് അണ്ടർ ദ ഗ്രാഫ് f of x ഈക്വൽ ടു എക്സ് സ്ക്വയറിന് താഴെയുള്ള റീജിയൻ ആണ് ശരിക്കും ലാമിനയുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ നമുക്ക് ലാമിനയുടെ മാസ് വേണം, മൊമെന്റ് അബൌട്ട് ഈച്ച് കോർഡിനേറ്റ് എക്സ് ആക്സിലുള്ളതും y ആക്സിലുള്ളതുമായിട്ടുള്ള മൊമെന്റ് വേണം. അത് കഴിഞ്ഞിട്ട് സെന്റർ ഓഫ് മാസ്, മൊമെന്റ് കിട്ടിയാലേ സെന്റർ ഓഫ് മാസ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫോർമുല എന്താ? മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റോ ഇന്റഗ്രൽ a to b f of x ഹോൾ സ്ക്വയർ, f of x dx അല്ലേ, f of x dx. ഇത് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ f of x ന്റെ വാല്യൂസ് x സ്ക്വയർ, അപ്പോൾ x സ്ക്വയർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രം ദ ലിമിറ്റ് 0 to 2 ക്ലോസ് ലെവൽ 0 to 2, ക്ലിയർ? അപ്പം റോ ഇന്റഗ്രൽ 0 to 2 x സ്ക്വയർ dx which is equal to റോ ഇന്റഗ്രൽ x സ്ക്വയർ ഇന്റഗ്രൽ x cube by 3 from the limit 0 to 2 which is റോ കോൺസ്റ്റന്റ്, അപ്പോൾ റോ ഇത് 8/3 കിട്ടും. റോ ഇൻറ്റു 8/3 which is റോ 8/3, 8 റോ ബൈ 3 എന്ന് എഴുതാം. ഇനി mx ഓഫ് എൽ കണ്ടുപിടിക്കണം. ഓക്കെ, mx ഓഫ് എൽ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഒരു ലാമിനയുടെ മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിസ് ഫോർമുല എന്തായിരുന്നു? f of x ഹോൾ സ്ക്വയർ, ദിസ് ഫോർമുല ഹാഫ് f of x ഹോൾ സ്ക്വയർ, റോ ഇൻറ്റു ഹാഫ് f of x ഹോൾ സ്ക്വയർ dx. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്ത് വേണം? തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൽ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിൽ
എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിൽ നോക്കൂ, ഡെൽ എക്സ് വിഡ്ത്ത് ഉള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഡെൽ എക്സ് വിഡ്ത്ത് ഉള്ള ഒരു റെക്ടാംഗിൾ. ഇതാണ് നമ്മുടെ ഗ്രാഫ്. നമുക്ക് തന്നിരിക്കുന്ന ലാമിനയുടെ ഗ്രാഫിൽ നമ്മൾ ഒരു റെക്ടാംഗിൾ റീജിയൻ വരച്ചിട്ട് അതിന്റെ മിഡ് പോയിന്റ് ഒക്കെ എടുത്തില്ല, ആ രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കുക? ഡെൽ എക്സ് വിഡ്ത്ത് ഉള്ള ഒരു റെക്ടാംഗിൾ റീജിയൻ കൺസിഡർ ചെയ്യുക. വൈ ഹൈറ്റ് ഉള്ള ഒരു റെക്ടാംഗിൾ റീജിയൻ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അബൌട്ട് എക്സ് ആക്സിസ് y/2. Momentum is y/2, which is f of x/2 അല്ലെങ്കിൽ x square by 2. Corresponding mass എന്താ കണ്ടുപിടിക്കുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മാസ് is equal to density into area. Density rho, area is y del x, okay, which is rho f of x del x അല്ലെങ്കിൽ rho x square del x. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് അബൌട്ട് y ആക്സിസ് ഇങ്ങനെ എഴുതാൻ പറ്റും. x square by 2. ഇത് എവിടെ നിന്ന് കിട്ടുന്നത്? ഈ x square by 2 നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു മൊമെന്റം ഇൻറ്റു ദിസ് മാസും ആ മൊമെന്റം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, which is x square by 2 rho x square del x. സോ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റെയ്മാൻസ് നമ്മൾ ഈ സെക്കൻഡ് കേസ് എടുക്കുന്നത് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാതെ എന്ത് കൊടുക്കുന്നു? ആ ഇവാലുവേഷൻ പോയിന്റ് എടുത്ത് ചെയ്യുന്ന കേസ്, വിച്ച് മീൻസ് 0 to 2 x square by 2. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊമെന്റം ഇൻറ്റു മാസ് ആണ് മൊമെന്റം ഓഫ് ദിസ് ആ എലമെന്റ്, പർട്ടിക്കുലർ എലമെന്റ്. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് കിട്ടും. സോ റോ ബൈ 2 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. x⁴ ഇന്റഗ്രൽ x⁵ ഫ്രം ദ ലിമിറ്റ് 0 to 2 16 റോ ബൈ 5. ഇനി മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു y ആക്സ് ആകുമ്പോൾ ഫോർമുല എന്താ? x ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? റോ എക്സ് സ്ക്വയർ. സോ റോ ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ റോ ഉള്ളിലേക്ക് എടുത്തിരിക്കണം, പുറത്തേക്ക് എടുക്കേണ്ട കാര്യം, ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അത്. അപ്പോൾ റോ ഇവിടെ പുറത്തുണ്ട്, ബാക്കി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് സ്ക്വയർ ആണ് എഫ് ഓഫ് എക്സ്. സോ വിച്ച് മീൻസ് എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ x⁴/4 ഫ്രം ദ ലിമിറ്റ് 0 to 2 4 റോ. ഓക്കെ, എക്സ് ബാർ എന്താ? m/m. അത് ശ്രദ്ധിക്കണം, എക്സ് ബാർ my/m ആണ്, y ബാർ mx/m ആണ്. അപ്പൊ വാല്യൂസ് my വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, mxന്റെ വാല്യൂ ടോട്ടൽ മാസ് എത്രയാ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. m is given by 8 റോ ബൈ 3. ക്ലിയർ? നെക്സ്റ്റ് സെൻട്രോയിഡ്. ഇനി പറയാൻ പോകുന്ന കേസാണ് സെൻട്രോയിഡ്. ഓക്കെ, നമ്മള് ലാമിനയുടെ സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്ത ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് ദ റീജിയൻ. ഓക്കെ, ലാമിനയുടെ സെന്റർ ഓഫ് മാസ് പോയിന്റ് x ബാർ y ബാർ അറ്റ് വിച്ച് സെന്റർ ഓഫ് മാസ് വെച്ച ലാമിനയുടെ സെന്റർ ഓഫ് മാസ് ഒക്കെ അറിയുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് ദ റീജിയൻ. ഓക്കെ, അപ്പൊ ഇനി ഫൈൻ ദ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? x ബാർ y ബാർ കാൽക്കുലേറ്റ് ചെയ്യൽ തന്നെയാണ് നമ്മുടെ എയിം. ഇത് തന്നെയാണ് സെൻട്രോയിഡ്. നമ്മൾ ഏതാണോ സെന്റർ ഓഫ് മാസ് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. ഇനി ആ പേര് ചോദിച്ചാലും സെന്റർ ഓഫ് മാസ് തന്നെ കണ്ടത് എന്ന് മനസ്സിലായോ? അപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രോയിഡ് ഓഫ് ദ റീജിയൻ y = √x ഇന്റർവൽ 0 4 തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ഈ ഒരു റീജിയന്റെ മാത്രമാണ്. അപ്പൊ ഏരിയ എന്താ? ഏരിയ ഓഫ് ദ റീജിയൻ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ റീജിയൻ given by integral a to b f of x dx. f of x is √x dx is 2/3. √x ഇന്റഗ്രൽ എന്താ? x⁵3/2 അല്ലെങ്കിൽ 2/3 x⁵3/2 ഫ്രം ദ ലിമിറ്റ് 0 to 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കും, വാല്യൂ 16/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ബാറിന്റെ ഫോർമുല എന്താ? ഇന്റഗ്രൽ a to b. ഇവിടെ റോ ആയിട്ട് കിട്ടുന്നത് 1/a ആണ്. ഓക്കെ, ഫോർമുല എങ്ങനെയാ മാറുന്നത്? 1/a. അതായത് തന്നിരിക്കുന്ന ഏരിയ, ആ ഒരു റീജിയന്റെ ഏരിയ ആണ് അവിടെ നമ്മൾ മാസ് ഡെൻസിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1/a ഇന്റഗ്രൽ 0 to 4 x f of x dx. ഇത് ഫോർമുല എവിടെ കിട്ടിയതാ? റോ ഇൻറ്റു എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഫോർമുല അത്. നോക്കിയേ, ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ലാമിന ഒരു ഇക്വിലിബ്രിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് മാസ് ഡെൻസിറ്റിയിൽ റോ ഉണ്ടാവില്ല. ആ ഇക്വേഷനിൽ റോ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആ റോ ഒഴിവാക്കിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. 1/a ഇന്റഗ്രൽ 0 to 4 x f of x dx. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് റോ ഉണ്ടായിരുന്നു. ഇവിടെ റോ ഒഴിവാക്കാൻ കാരണം ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഹൊറിസോണ്ടലി ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഹാങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ റോ ഇല്ലാതെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ലാമിനക്ക് യൂണിഫോം ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാമിന യൂണിഫോം ഡെൻസിറ്റി ആണെങ്കിൽ പർട്ടിക്കുലർ ഡെൻസിറ്റി അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആ ഡെൻസിറ്റി നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള ഫോർമുല എഴുതുമ്പോഴാണ് അത് സെൻട്രോയിഡ് ആയിട്ട് മാറുന്നത്. സോ സെൻട്രോയിഡിന്റെ ഫോർമുല കണ്ടുപിടിക്കുമ്പോൾ റോ ഇവിടെ എഴുതിയില്ലെങ്കിലും ഓക്കെയാണ്. റോ എഴുതാതെ വാല്യൂ ചെയ്യുമ്പോൾ 1/a ഇന്റഗ്രൽ 0 to 4 ഇത് x f of x ഹോൾ സ്ക്വയർ f of x dx. ഇത് എക്സ് ബാർ, ഇത് my വാല്യൂ ആണ് കേട്ടോ. ഈ സ്ക്വയർ ഇതിരിക്കുന്നത് my/m. അവിടെ ഇരിക്കുന്ന മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ, ആ റീജിയന്റെ ഏരിയ ഡയറക്ട്ലി എഴുതി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് my/a ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുകയാണ്. അടുത്തത് എന്താ? 1/a ഇൻറ്റു ഇന്റഗ്രൽ 0 to 4 1/2 half x f of x whole square dx, which is 1/a യുടെ വാല്യൂ is 3/16 കൊടുത്തിട്ട് ഹാഫ് f of x ന്റെ വാല്യൂ അവിടെ കൊടുക്കുന്നു. √x ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x dx. കോൺസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി x²/2 വരും. 1/2 again ഉള്ളതുണ്ട്. ആൻസർ 3/4. ഏതായിരുന്നു പോയിന്റ്? 12/5 and 3/4. ഇതൊരു ഓർഡർഡ് പെയർ ആക്കി എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ദി സെൻട്രോയിഡ്.
ക്ലിയർ? നമ്മൾ എടുക്കുന്നത് ഇത്തരത്തിലൊരു റീജിയൻ ആണെന്ന് വിചാരിക്കാം. ഒന്ന് നോക്കിയേ, അതായത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പോണ രണ്ട് റീജിയൻ. ഇപ്പൊ ഇതൊരു സിംഗിൾ, ഇതിപ്പോ എക്സ് ആക്സിസും ഒരു സിംഗിൾ എന്താ പറയാ ഒരു സിംഗിൾ ഈ ഫംഗ്ഷനും തമ്മിൽ ഒരു കർവും തമ്മിൽ, ഒരു സിംഗിൾ കർവും തമ്മിലുള്ള ഇടയ്ക്കുള്ള റീജിയൻ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ ഫോളോ ചെയ്തു ഏരിയ. ഇപ്പൊ ഇങ്ങനെയാണെങ്കിലോ അവിടെ യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സാ. ചുമ്മാ ഏരിയ അല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കർവിന്റെ താഴെയുള്ള ഏരിയ എന്നിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കാം. ഇങ്ങനെ രണ്ട് കർവ് ആണെങ്കിൽ ഈ രണ്ട് കർവിന് താഴെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്നുള്ള സ്ഥാനത്ത് എന്താവും? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാവും. അപ്പൊ എമ്മിന്റെ ഫോം എന്താ? റോ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതിയ സ്ഥലത്ത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അതേപോലെ മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിസ് കാണുമ്പോൾ അവിടെ എന്ത് വരും? റോ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി. ഇവിടെ വരുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ബൈ ടു, അല്ലെങ്കിൽ എഫ് ഹോൾ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ. ഇതാണ് അവിടെ വരുന്ന ഡിഫറൻസ്. ഇത്തരത്തിൽ രണ്ട് കർവിന് ഇടയ്ക്കുള്ള ഏരിയ ആകുമ്പോൾ വരുന്ന ഡിഫറൻസ്. അത് അബൌട്ട് വൈ ആക്സിസ് ആകുമ്പോൾ ഫോർമുല അതേപോലെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരുന്നു. ഇവിടെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറും. ക്ലിയർ? ദിസ് ഇസ് സെൻറ്റർ ഓഫ് എക്സ് ബാർ വൈ ബാർ ഇതേപോലെ കാണുന്നതാണ് ആ സെൻട്രോയിഡിന്റെ ഫോർമുല. ഓക്കെ അല്ലേ? അപ്പൊ തന്നിരിക്കുന്ന ഇപ്പൊ എഴുതിയ ഫോർമുല എടുത്ത് എഴുതിയിരുന്നേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ത്രൂ എ പ്രോബ്ലം. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ. ഈ രണ്ട് കർവ്സിന് ഇടയ്ക്കുള്ള റീജിയന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് സെൻട്രോയിഡ് ചോദിക്കുമ്പോൾ രണ്ട് റീജിയൻസിന് ഇടയ്ക്കാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ -1 to 2. ഇവിടെ ഇന്റർവെൽ തന്നിട്ടുണ്ട് -1 to 2. ഇന്റർവെൽ തന്നിട്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് കർവും വരച്ചു നോക്കുക. മോസ്റ്റ്ലി ഇങ്ങനത്തെ ഗ്രാഫുകൾ വരുമ്പോൾ എളുപ്പമാണ്. ഇതൊക്കെ നോക്കൂ, ഈ കർവുകൾ വരയ്ക്കാൻ എളുപ്പമുണ്ട്. വാല്യൂസ് കൊടുത്ത് എളുപ്പത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഇന്റർസെക്ടിങ് പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ, ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. -1 തൊട്ട് എവിടെ തൊട്ട് വേരി ചെയ്യുന്ന വൈഡ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വേരിയേഷൻ -1 തൊട്ട് ഇവിടെ 2 വരെ. ഓക്കെ, -1 to 2 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് എക്സ് കൊണ്ട് ജി ഓഫ് എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി എക്സ് ഇന്റഗ്രേറ്റ്, നോർമൽ ഇന്റഗ്രേഷൻ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണേ? എക്സ് ബാർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ 1/a ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്താ? ഈ വാല്യൂ എം വൈ ആ. ഈ 1/a ഒഴിച്ചുള്ള ഈ വാല്യൂ എന്താ? എം വൈയുടെ വാല്യൂ ആ. സോ 1/a യുടെ വാല്യൂ കിട്ടിയത് 9 ആണ്. 1/9 ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ജി. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 1/9 2x ക്യൂബ്, എക്സ് ക്യൂബ് ഇന്റഗ്രൽ എക്സ് റേസ് ടു 4/4, എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3, വീണ്ടും എക്സിന്റെ ഇന്റഗ്രൽ 4x ഇന്റഗ്രൽ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ചെയ്ത് വരുമ്പോൾ ആൻസർ 1/2. ഇതേപോലെ 1 വൈ ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/a ഇന്റഗ്രൽ -1 to 2 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്, ജി ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ട് a പ്ലസ് ബി പ്ലസ് സി അല്ലെ, a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ വരും. അത് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഒരു ടേം ഉണ്ട്, ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണ്ട ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി ഫൈനൽ ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഫൈനൽ ആൻസർ -1/2. എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. നോർമൽ ഇന്റഗ്രേഷൻ ആണ് എല്ലാ സ്റ്റെപ്സും ഇങ്ങനെ പറയാത്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഇതിൽ വരുന്നൊരു തിയറമാണ് തിയറം ഓഫ് പോസ്റ്റ്. അതായത് പ്ലെയിൻ റീജിയൻ ലൈസ് എൻറ്റയർലി ഓൺ വൺ സൈഡ് ഓഫ് എ ലൈൻ. ഒരു സൈഡിൽ മാത്രം ലൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ആർ, ഒരു പ്ലെയിൻ ആണ് ആർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ആർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഓഫ് ആർ, സെൻട്രോയിഡ് ഈ ഒരു ആർ എന്ന് പറഞ്ഞ റീജിയന്റെ സെൻട്രോയിഡും അതേപോലെ ആ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ സ്മോൾ ആർ എങ്കിൽ വോള്യൂം of the solid of revolution obtained by revolving r about L is given by 2 pi r a where a is a area of the region. എളുപ്പമാണ്. അതായത് നോക്കിയേ, ഈ തിയറം പറയുന്നത് ഇങ്ങനെയാണ്. ആർ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഒരു റീജിയൻ ഉണ്ട്. ഇവിടെ നോക്കൂ, പ്ലെയിൻ റീജിയൻ. അത് എൽ എന്ന് പറഞ്ഞ ലൈനിന് കുറച്ച് ഡിഫറെന്റ് ഒരു ഡിസ്റ്റൻസിൽ. അപ്പം ഈ സെന്റിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ഇതിന്റെ സെൻട്രോയിഡ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്മൾ സോളിഡ് ഓഫ് റെവല്യൂഷൻ പഠിച്ചില്ലേ? ഇത് ഒരു അബൌട്ട് ഈ ലൈനിൽ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സോളിഡ് കിട്ടും. ഈ ഒരു സോളിഡ് ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള ഒരു സോളിഡ് കിട്ടും. ഈ സോളിഡിന്റെ വോളിയൂം ഓഫ് സോളിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 pi r a where a is the area of the region, ഈ റീജിയന്റെ ഏരിയ. ഓക്കെ അല്ലേ? എപ്പോഴും സർക്കിൾ തന്നെ ആണെന്നില്ലേ? അപ്പൊ നമുക്ക് സർക്കിൾ റീജിയൻ ആണെങ്കിൽ a റേഡിയസുള്ള സർക്കിൾ ഒക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ടോറസ് എന്ന് പറയും. അപ്പോൾ ഇതെന്താ? ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേര് ടോറസ്. ഒരു ഡോണറ്റ് ഷേപ്പിനെ അല്ലെങ്കിൽ ടോറസ് ഒക്കെ വിളിക്കാം. ഓക്കെ, is formed by revolving the circle
circular region of a radius a radius ഉള്ളത് about the line ഒരു ലൈൻ സെയിം പ്ലെയിൻ at the circle circle and at a distance b എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ a റേഡിയസിൽ ഒരു സർക്കിൾ ആണ് നമ്മുടെ r എന്ന് പറഞ്ഞ റീജിയൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ b ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടോറസ് അല്ലെങ്കിൽ ഈ ഒരു ഡോണർ ഷേപ്ഡ് റീജിയന്റെ റെവല്യൂഷൻ വോളിയം ഓഫ് സോളിഡ് അല്ലെങ്കിൽ ആ വോളിയം കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. ഓക്കെ അല്ലേ? അപ്പൊ സെൻട്രോയിഡ് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈ റീജിയന്റെ സെൻട്രോയിഡ് അറിയണം അല്ലെ? ശരിയല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെൻട്രോയിഡ് ഓഫ് ദ സർക്കുലർ റീജിയൻ ഇസ് എ സെന്റർ. ഒരു സർക്കുലർ റീജിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രോയിഡ് എവിടെയാ? ആ സെന്റർ തന്നെ ആയിരിക്കില്ലേ? ഒരു സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ എവിടെ ബാലൻസ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ബാലൻസ് ആയിട്ട് നിൽക്കുക? സെന്ററിലല്ലേ? അപ്പൊ സെൻട്രോയിഡിന്റെ സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെന്റർ തന്നെയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇതിന്റെ റീജിയൻ അതിന്റെ സർക്കുലർ റീജിയന്റെ എന്താന്ന് പറയുക ആ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇതിന്റെ 2π ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ? ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2π where b is the distance from ഈ ഒരു ലൈൻ തൊട്ട് ഇതിന്റെ സെന്റർ വരെയുള്ള ദൂരം. അങ്ങനെയാണെങ്കിൽ 2π BA അല്ലെ? ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ ഒരു സെന്ററിൽ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് b അല്ലേ? അപ്പൊ 2π BA. a എന്താ ഏരിയ ഓഫ് ദ സർക്കിൾ. ഇത് എന്താ സർക്കിൾ? പൈ ആർ സ്ക്വയർ അല്ലെ? അവിടെ ആർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a ആണ്, പൈ സ്ക്വയർ. അപ്പൊ 2π സ്ക്വയർ a സ്ക്വയർ b ആണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദി വോളിയം ഓഫ് ദ ടോറസ് ഓർ ഡോണർ ഷേപ്ഡ് റീജിയൻ. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അത്രയാണ് എടുക്കാറുണ്ടായിരുന്നു 4th മൊഡ്യൂളില്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തീർത്തോട്ടോ. താങ്ക് യു.